ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 55 കാളിയമർദ്ദനം. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിധതീരഗണീപതരും വിഷമാരുതശോഷിതപർണചയം അധിരുഹ്യ പദാംബുരുഹേണ ച തം നവപല്ലവതുല്യമനോജ്ഞരുചാം ഹൃദവാരിണി ദൂരതരം ന്യപത പരിഘൂർണിതഘോരതരംഗഗണേ ഭുവനത്രയഭാരഭ്രതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാം പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടിതി സ്ഫുടഘോഷവതീ അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരിണി നാദഭരൈ ഉദഗാദുദുകാദുരഗാധിപതിത്വദുപാന്തമശാന്തരുഷാന്ധമനാം ഫണശൃംഗസഹസ്രവിനിസ്മൃമരജ്വലദഗ്നിഗണോഗ്രവിഷാംബുധരം പുരതഫണിനം സമലോകയഥ ബഹുശൃംഗിണമഞ്ജനശൈലമിവാം ജ്വലദക്ഷിപരിക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭര സമഹാഭുജഗാൻ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലഗധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതാസ്യ മുനാം പശുപാം അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യദഹാസജുഷാ ഭവതാ അധിരുഹ്യ തത ഫണിരാജഫണാൻ നനൃതേ ഭവതാ മൃദുപാദരുചാ കളശിഞ്ചിതനൂപുരമഞ്ജുമിളത്കരകങ്കണസങ്കുലസംക്വണിതം ജഹൃഷു പശുപാസ്തു തുഷുർമുനയോ വവൃഷോ കുസുമാനി സുരേന്ദ്രഗണാം ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സമം ത്വമദാന്തഗതാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 55
കാളിയമർദ്ദനം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 16-ാം അധ്യായത്തിലെ ആദ്യത്തെ 26 ശ്ലോകങ്ങൾ ഈ ദശകത്തിൽ സംഗ്രഹിക്കുന്നു. തോടകവൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത്. അധവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിധതീരഗണീപതരും വിഷമാരുതശോഷിതപർണചയം. ഭഗവാനെ, അനന്തരം അങ്ങ് കാളിന്ദീജലത്തിൽ അതിഭയങ്കരനായ കാളിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ട് വിഷക്കാറ്റേറ്റ് ഇലകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് കരയ്ക്ക് നിൽക്കുന്ന കടമ്പ് വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു. കാളിന്ദി നദിയിലെ ജലവും പരിസരവും വിഷമയമാക്കി തീർക്കുന്ന കാളിയൻ്റെ സ്വൈരവിഹാരം തടയാൻ വേണ്ടി ഭഗവാൻ ആ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഉണങ്ങിയ ഇലകളോടുകൂടിയ കടമ്പ് വൃക്ഷത്തിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? അധിരുഹ്യ പദാംബുരുഹേണ ച തം നവപല്ലവതുല്യമനോജ്ഞരുജാം ഹൃദവാരിണി ദൂരതരം ന്യപദ പരിഘൂർണിതഘോരതരംഗഗണേ. ഇളന്തളിർ പോലെ മനോഹര കാന്തിയുള്ള പാദാരവിന്ദങ്ങൾ കൊണ്ട് ആ കടമ്പിന്മേൽ കയറി വലിയ തിരമാലകൾ ഇളകിമറിയുന്ന ആ കാളിന്ദി നദിയിലെ അഗാധ ജലത്തിലേക്ക് കുതിച്ചു ചാടുകയും ചെയ്തു. ആ കടമ്പ് മരത്തിൻ്റെ ഇലകളൊക്കെ വിഷക്കാറ്റ് ഏറ്റ് ഉണങ്ങിക്കരിഞ്ഞു എന്ന് പറഞ്ഞുല്ലോ. ഭഗവാൻ ആ മരത്തിൽ ചെന്ന് കയറിയപ്പോൾ ആ തൃക്കാലടികൾ അതിൻ്റെ പുതിയ തളിരുകൾ പോലെ ശോഭിച്ചു. തളിരുപോലെ തുടുപ്പും മാർദ്ദവവും ഉള്ളതാണ് ഭഗവാന്റെ തൃപാദങ്ങൾ. പണ്ട് ഗരുഡൻ അമ്മയായ വിനതയുടെ ദാസ്യം തീർക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അമൃതകലശം കൊണ്ടുപോരുമ്പോൾ കുറച്ച് സമയം ഈ കടമ്പിന്മേൽ വിശ്രമിച്ചുവെന്നും അപ്പോൾ ആ അമൃതകലശം തുളുമ്പി 2-4 തുള്ളി അമൃതം ആ കടമ്പിന്മേൽ വീണുവെന്നും അതാണ് കാളിയൻ്റെ വിഷക്കാറ്റേറ്റിയിട്ടും ആ മരം ഉണങ്ങാതിരിക്കുന്നതെന്നും പറയുന്നു. ഭഗവാൻ ആ കാളിന്ദി നദിയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ എന്തുണ്ടായത്? ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടതി സ്ഫുടഘോഷവതി. 3 ലോകങ്ങളുടെ ഭാരം വഹിക്കുന്ന അവിടുത്തെ കനത്ത ഭാരത്താൽ വെള്ളമാകെ ഇളകിമറിഞ്ഞ് ഉയർന്നു പൊന്തിയപ്പോൾ കാളിന്ദി നദി വലിയ ശബ്ദത്തോടുകൂടി പെട്ടെന്ന് 100 വിൽപ്പാട് ദൂരം കരയെ മുക്കിക്കളഞ്ഞു. 3 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ മണ്ണ് തിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി യശോദ വായിൽ നോക്കിയപ്പോൾ ഈ 3 ലോകങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റാരേക്കാളും വളരെയേറെ കനം കൂടും ഭഗവാന്റെ ശരീരത്തിന്. അത്രയും കനമുള്ള ഭഗവാൻ ആ കാളിന്ദി നദിയിലേക്ക് ചാടിയപ്പോൾ വലിയ ശബ്ദമുണ്ടായി. അതിലെ വെള്ളമൊക്കെ ഇളകി മറിഞ്ഞ് 100 വിൽപ്പാട് ദൂരം തള്ളിക്കയറി കരയിലെ ഭൂപ്രദേശത്തെ വെള്ളത്തിൽ മുക്കി. പിന്നെന്താ ഉണ്ടായത്? അധദിക്ഷു വിദിക്ഷു പരിക്ഷുഭിതഭ്രമിതോദരവാരി നിനാദഭരൈ ഉദകാദുദഗാദുരഗാധിപതി ത്വതുപാന്തമശാന്തരുഷാന്ധമനാ. അനന്തരം ദിക്കുകളിലും വിദിക്കുകളിലും ഉള്ളാകെ കലക്കി ഇളക്കി മറിച്ച വെള്ളത്തിൻ്റെ ഭയങ്കര ശബ്ദം കേട്ട് അടങ്ങാത്ത കോപത്താൽ വിവേകം നശിച്ച കാളിയൻ
വെള്ളത്തിൽ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് പൊങ്ങി വന്നു. ഭഗവാന്റെ ചാട്ടത്തിൻ്റെ ശക്തി കൊണ്ട് കാളിന്തി ജലത്തിൻ്റെ ആ അന്തർഭാഗം മുഴുവൻ കലങ്ങി മറിഞ്ഞു. ആ വെള്ളം അതിഭയങ്കര ശബ്ദത്തോടുകൂടി 8 ദിക്കിലും ചെന്നലച്ചു. അത് കേട്ട് കാളിയൻ വല്ലാതെ കോപിച്ചു. ഈ ജലക്ഷോഭത്തിന് കാരണക്കാരനായ ആ ഭഗവാന്റെ നേരെ വീണ്ടും വിചാരമില്ലാതെ ഓടി വന്നു. തൻ്റെ സ്വൈരവിഹാരത്തിന് ഭംഗം വരുത്തിയ ആ ഭഗവാന്റെ നേരെ ഓടി വന്നു. ഭണശൃംഗസഹസ്രവിനിസ്രമരജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരത ഭണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. 1000 പടങ്ങളിൽ നിന്നും കൊടും തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന കാളിയനെ അനേകം കൊടുമുടികളുള്ള അഞ്ജനപർവ്വതത്തെ എന്ന പോലെ മുമ്പിൽ ഭഗവാൻ കണ്ടു. 1000 പടമുള്ള കറുത്ത മഹാസർപ്പമാണ് കാളിയൻ. ജ്വലദക്ഷിപരീക്ഷരദുഗ്രവിഷശ്വസനോഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ഭയങ്കരമായ വിഷച്ചുടുകാറ്റ് കക്കിക്കൊണ്ടിരിക്കുന്ന ആ കൊടുമ്പാമ്പ് കാളിയൻ കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി അസാമാന്യ ശക്തിയുള്ള ഭഗവാനെ എല്ലായിടത്തും കൊത്തിയിട്ട് അവിടുത്തെ ചലനങ്ങൾ കാണാൻ കഴിയാത്ത വിധം മേലാകെ വരിഞ്ഞു ചുറ്റി. കഷ്ടം തന്നെ. ഇപ്പോൾ കാളിയൻ ഭഗവാനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കരയിൽ നിൽക്കുന്ന ആ ഗോപന്മാർക്കൊന്നും ഭഗവാനെ കാണാൻ കഴിയണില്ല. അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹ തലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദാ യമുനാം പശുപാ. അനന്തരം അവിടുത്തെ കാണാഞ്ഞിട്ട് കരയ്ക്കുള്ള ഗോപബാലകന്മാരും പശുക്കളും ദുഃഖിച്ചു നിൽക്കുമ്പോൾ അമ്പാടിയിലെ ഗൃഹങ്ങളിലും പല പല ദുർനിമിത്തങ്ങളും കാണുകയാൽ നന്ദാദി ഗോപന്മാർ കാളിന്തി തീരത്തിലെത്തി. തൻ്റെ ഈ അവസ്ഥ കണ്ട് ദുഃഖിക്കുന്ന ആ ഗോപന്മാരെ കണ്ട് ഭഗവാൻ എന്തു ചെയ്തു? അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവഭരം ഭണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യത ഹാസജുഷാ ഭവദാ. സർവശക്തനായ ഭഗവാനെ അവരെല്ലാവരും അവിടുത്തെ ആ അവസ്ഥ കണ്ടിട്ട് ജീവനെ കളയാൻ ഒരുങ്ങിയപ്പോൾ വേഗത്തിൽ അവിടുന്ന് സർപ്പം കെട്ടിവരിഞ്ഞത് വേർപെടുത്തി പുഞ്ചിരിച്ചുകൊണ്ട് പൊടുന്നനെ പൊങ്ങി വന്നു. നന്ദാദി ഗോപന്മാരെ കാളിന്തിയിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ അത്ഭുത പ്രഭാവമറിയുന്ന ബലരാമൻ അത് തടയുകയാണ് ഉണ്ടായത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ആ കാളിയൻ്റെ പിടിയിൽ നിന്നും പുറത്തു വന്ന ഭഗവാൻ എന്താണ് ചെയ്തത്? അധിരുഹ്യ തദ ഭണിരാജഭണാൻ നൃതേ ഭവദാ മൃദുപാദരുച കളശിഞ്ചിതനൂപുരമഞ്ജുമിളത് കരകങ്കണസങ്കുലസംകുണിതം. അനന്തരം കാളിയൻ്റെ പടങ്ങളിൽ കയറി കോമളകാന്തി ചിന്തുന്ന തൃക്കാലുകളോടു കൂടിയ അവിടുന്ന് മധുരമായി കിലുങ്ങുന്ന കാൽച്ചിലമ്പുകളുടെയും മനോഹരമായി താളം പിടിക്കുന്ന കൈകളിലെ വളകളുടെയും സമ്മിശ്രനാദത്തോടു കൂടും വണ്ണം നൃത്തം ചെയ്തു. ഭഗവാൻ നൃത്തം വയ്ക്കുമ്പോൾ ചിലമ്പുകൾ മധുരമായി കിലുങ്ങുന്നുണ്ട്. കൈകളെ കൊണ്ട് താളം പിടിക്കുമ്പോൾ വളകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാവുന്നുണ്ട്.
കാൽച്ചിലമ്പുകളുടെ കിലുക്കവും കൂടിക്കലരുന്നു. ഇലത്താളത്തിൻ്റെയും ചേങ്ങലയുടെയും ശബ്ദങ്ങൾ കൂടിക്കലരുന്നതുപോലെ നൃത്തത്തിനു വേണ്ട വാദ്യവിശേഷം അവിടെ ഉണ്ടായി. സംഗീതവും താളലയവും ചേർന്ന മനോഹരമായ കാഴ്ച. നമുക്കും ഭഗവാന്റെ ആ നൃത്തം മനസ്സിൽ കാണാം. ജഹൃഷു പശുപാസ്തു ദുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വമദാന്തഗദാത്. ഗുരുവായൂരപ്പ, അങ്ങ് നൃത്തം തുടങ്ങിയപ്പോൾ ഗോപന്മാർ ആനന്ദിച്ചു, മഹർഷിമാർ സന്തോഷിച്ചു, ദേവന്മാർ പൂക്കൾ വർഷിച്ചു. അവിടുന്ന് എന്നെ അടങ്ങാത്ത രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. ഗോപന്മാരെയും മഹർഷിമാരെയും ദേവന്മാരെയും എല്ലാവരെയും ആനന്ദിപ്പിച്ച ഭഗവാൻ, കാളിയനിൽ നൃത്തം ചെയ്ത് മതം മാറ്റി ആനന്ദിപ്പിച്ച ആ ഭഗവാൻ എൻ്റെയും രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം സമർപ്പിക്കുന്നു. സാധാരണക്കാരായ നമ്മളും കാളിയനെ പോലെ പലവിധ വിഷങ്ങൾ നിറച്ചുകൊണ്ട് ഈശ്വര സ്മരണയില്ലാതെ ജീവിക്കുമ്പോൾ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് നല്ലൊരു ഗുരുവിനെ കിട്ടുമ്പോൾ ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലുള്ള ദോഷങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഭക്തിയിലൂടെ ചിത്തശുദ്ധി വന്ന് ആ ഈശ്വരനിലേക്ക് മനസ്സുറപ്പിച്ച് നമുക്ക് ഉയരാൻ സാധിക്കും. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളെ ഉയർത്താനായി ഭഗവാൻ തരുന്നതാണ്. അതിനെയെല്ലാം പൂർണ്ണ മനസ്സോടെ ആ ഭഗവാന് തന്നെ സമർപ്പിക്കണം. കാളിയൻ തനിക്കുള്ള വിഷം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ കാളിയൻ്റെ അഹങ്കാരമില്ലാതാക്കി അനുഗ്രഹിച്ചു. നമുക്കും പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. സംസാരത്തിൽ നേരിടേണ്ടി വരുന്ന സകല ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും ഇല്ലാതാക്കി പൂർണ്ണമായ സമാധാനം, ആനന്ദം നൽകും. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.